Good morning guys. So നിങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചിരിക്കാന്ന് വിശ്വസിക്കുന്നു. സോ ഞങ്ങൾ രണ്ടാളും നേരത്തെ എണീറ്റ്. How are you baby? നല്ല വെയിലാണ്. സോ ഞാൻ വിചാരിച്ച് മിനി എടുക്കാന്ന്. കാരണം നമ്മൾ ഇതിൽ ടിൻറ്റ് ചെയ്തില്ല. മിനിയിൽ ടിൻറ്റ് ചെയ്തുകൊണ്ട് വെയിൽ തൂമ്പം കുഴപ്പമില്ല. ഞങ്ങളെ ഫേസ് നിങ്ങൾ നോക്കണ്ട, എല്ലാം നല്ല പുഫായി കിടക്കുകയാണ്. വേറെ ഒന്നല്ല, രാവിലെ എണീറ്റിട്ട് ഞങ്ങൾ ലുലിലേക്ക് കിടന്ന് ലാസ്റ്റ് ഡേ ആണ് ഓഫറിന്. അപ്പൊ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. നമ്മൾക്ക് ബാഗ് ഒക്കെ 50% ഓഫർ ഹൈപ്പറിലാണ്. അപ്പൊ ഇന്ന് ഫാഷൻ സ്റ്റോറിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങണം. ഇപ്പൊ അറ്റ്ലീസ്റ്റ് പെർഫ്യൂം എങ്കിലും വാങ്ങാൻ കഴിയും നോക്കല്ലേ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് റോട്ടിൽ ആരുമില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും ലുലിലായിരിക്കുന്നതാണ് എന്റെ വിശ്വാസം. ബൈ ദ ബൈ ഞാൻ എന്റെ വാച്ച് എടുക്കാൻ പറഞ്ഞു. എനിക്ക് എന്തോ പോലെ വാച്ചിലായിട്ട് ബേബി ഓഫർ ഉണ്ടായതുകൊണ്ട് നീ അവിടെ തൊടുന്നതല്ല ഞാൻ വാങ്ങിത്തരും. ഓക്കെ? സീരിയസ്ലി? യാ സീരിയസ്ലി. നിനക്കറിയാം എനിക്കതൊന്നും വേണ്ടെന്ന്. പാർക്കിംഗ് ഓൾമോസ്റ്റ് ഫുൾ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ അറ്റത്തൊന്ന് പാർക്ക് ചെയ്ത് ബേബി പോയാലോ? പോവാ. മൊത്തം ഫുള്ളാട്ടെ. ഇന്ന് ലുലുന്ന് നിനക്ക് സാധനം വാങ്ങാൻ കഴിയുന്നു എനിക്ക് തോന്നുന്നില്ല. എനിക്കും തോന്നുന്നില്ല, കാരണം അത്രക്കും ആൾക്കാർ രാവിലെ തന്നെ വന്നു. ഇപ്പോൾ കാണുന്നതാണ് ഗൈസ് തിരക്ക്. ലുലുവിൽ 10:30 ആയപ്പോൾ സാധനം വാങ്ങാൻ വന്നവരുടെ കൂട്ടമാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. ഫാഷൻ സ്റ്റോറിൽ വലിയൊരു തിരക്കൊന്നുമില്ല കേട്ടോ, പക്ഷെ ബില്ലിങ്ങിൽ നല്ല തിരക്കുണ്ടാവും. ബേബി ദിസ് തിങ് ഇസ് ക്യൂട്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനം, നല്ല രസമുണ്ട്. ഫൈനലി ഒരു ബാഗ് സെലക്ട് ചെയ്തിരിക്കുന്നു. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. പണ്ടത്തെ ഒരു വിന്റേജ് ടൈപ്പ് കുറെ ഉടായ്പ സാധനങ്ങളുടെ കേസ്. എനിക്ക് പേഴ്സണലി ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇതായിരുന്നു നമ്മൾ തരുന്നിരുന്ന മൊബൈൽ ഫോണിന്റെ കവർ. ഈ സാധനം അല്ലേ, ഈ സാധനത്തിന്റെ കവർ ഐഫോണിന്റെ, പക്ഷെ കിട്ടാനില്ല. ഞങ്ങൾ എങ്ങനെ ഇതാക്കണം ബേബിന്റെ ഫേവറേറ്റ് ബാഗ് വാങ്ങിയേ. ഇപ്പൊ ഞങ്ങള് ലുലു കണക്റ്റിലാണ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. പിന്നെ സ്പീക്കേഴ്സ് ഒക്കെ നമ്മളിലുണ്ട്, വേറെ ഒന്നും ആവശ്യമില്ല. ടിവിന്റെ ഓഫറുകളോട്ടോ കണ്ടില്ലേ, 39,000 ഉണ്ട്. അതുപോലെ തന്നെ കണ്ടില്ല TCLന്റെ 38,000. ടി വിക്കൊക്കെ അത്യാവശ്യം ഓഫർ ഉണ്ടല്ലോ, പക്ഷെ ഒന്നും കൂടി ഉള്ളൂന്ന് തോന്നുന്നു 51,000. ഞങ്ങളിപ്പോൾ ഫുഡ് കോർട്ടിലെത്തി. പിന്നെ ഇന്നെന്താ വെച്ചാൽ നമ്മൾ കുഞ്ഞ് ഗോവന്ന് വരുന്നുണ്ട് ഗൈസ്. എന്തായാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഗോവ എന്നുള്ള മണൽ തരിയെങ്കിലും അവൾ കൊണ്ടുവന്നാൽ മതിയായിരുന്നു കുപ്പിയിലാക്കിയിട്ട് ഗൈസ്. Again, good morning and welcome back guys. So day 2 guys. ഇന്നലെ കുഞ്ഞു ഗോവന്നൊക്കെ വന്ന് അവൾ റെസ്റ്റിംഗ് പീരീഡ് ആണ്. സോ ഞാനും ആൽഫിയും വിചാരിച്ച് ഞങ്ങളിന്ന് ഞങ്ങളുടെ ഒരു കപ്പിൾ പരമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ. ഞങ്ങൾ ഇതുവരെ അങ്ങനത്തെ വീഡിയോസിലേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വലിയ ട്രിപ്പൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒന്നുണ്ട് ഇങ്ങനത്തെ കപ്പിൾ ടൈപ്പ് വീഡിയോസും കൂടി ചെയ്യാൻ. സോ ഭയങ്കര ക്യൂട്ടായിരിക്കും ഗൈസ്. പിന്നെ നമ്മൾ ഇതാക്കണ ഈ ബാഗ് തന്നെ കേട്ടോ വാങ്ങി. അങ്ങനെ കുറെ കാലത്തിന് ശേഷം ഓൾമോസ്റ്റ് 1 year ആയി ഒരു ബാഗ് വാങ്ങിയിട്ട് ബേബി എടുത്തിട്ട്. സോ ഇന്നത്തെ ചലഞ്ച് അൽഫിയാണ് നോക്കി വെച്ചത്. അപ്പൊ എനിക്കറിയില്ല എന്താണെന്ന്. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഓക്കെ? എനിക്കറിയില്ല, ഇവളൊരു സർപ്രൈസ് ആയിട്ട് വെച്ചതാണ്. എന്താണ് ബേബി നമ്മൾ ചെയ്യാൻ പോകുന്ന ചലഞ്ച്? ഗെറ്റിംഗ് റെഡി ആണ്. പക്ഷേ ഞാനിങ്ങനെ ലൈക്ക് നമ്മൾ ഇനി കുറെ കപ്പിൾസ് ഇന്ന് കണ്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഡ്രസ്സ് പുറകില് രണ്ടിങ്ങനെ ഔട്ട്ഫിറ്റ് വെക്കും. അപ്പൊ അതിലിങ്ങനെ സെലക്ട് ചെയ്യണം. ഞാൻ നിന്റെ ഡ്രസ്സ് വെക്കും, നീ ഇടാനുള്ള ഡ്രസ്സ് 2 ഞാൻ ചൂസ് ചെയ്തിട്ട് പാന്റ് ഷർട്ട് ഒക്കെ ഞാൻ ഇങ്ങനെ ബാക്കിൽ വെക്കും. അപ്പൊ നീ എന്ത് ചെയ്യും, ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങനെ നീ അങ്ങനെ ഞാൻ കാണാണ്ട് ഞാൻ എന്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യണം. അങ്ങനെയാണ് നിന്റെ ഡ്രസ്സ് ഞാൻ അങ്ങനെ വെച്ചിട്ട് ഞാനും സെലക്ട് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇത് എനിക്കുള്ള ചെറിയൊരു പണിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏത് റീലില് കണ്ടതാണ്? ഞാൻ കല്യാണത്തിന് മുന്നേ ഇങ്ങനെ കൊറേ റീൽസ് നോക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്, കല്യാണം കഴിഞ്ഞിട്ട് ചെയ്യാനായിട്ട്. ഞാൻ റീല് ചെയ്യണം എന്നാണ്, പക്ഷെ നമ്മള് റീലൊന്നും അങ്ങനെ നമ്മൾ എടുക്കാറില്ല, ചെയ്യാറില്ല. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ചെറിയൊരു പോർഷൻ അത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ 2 ഡ്രസ് ഇങ്ങനെ ഹെഡ് ടോ ഞാൻ എന്തിടണമെന്ന് എന്റെ വാർഡ്രോബിൽ നിന്ന് നീ എടുത്ത് സെറ്റ് ആക്കും. അതായത് കസ്റ്റമൈസബിൾ സാധനങ്ങളും ആക്സസറീസ് എല്ലാം കംപ്ലീറ്റ് നമ്മൾ ഇന്ന് പുറത്ത് പോകാനായിട്ടുള്ള കംപ്ലീറ്റ് ലുക്ക്. ഞാൻ കുർട്ടിനെ റൂമിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഷെൽഫ് നോക്കാം, എന്തൊക്കെയാണ് ഇടാനുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ? ഇതിപ്പോ കുറെ ഉണ്ടല്ലോ, ഇതിൽ ഏതാ എടുക്കുക? അവളെ ഡ്രസ്സ് തന്നെ കൊടുത്താൽ അതിലൊരു വൈബില്ല. സോ ഞാൻ വിചാരിച്ച് എന്റെ കുറച്ച് ഊള ഡ്രസ്സസ് ഉണ്ട്. നോക്കിയാൽ നല്ല ഊള സാധനങ്ങളുണ്ട് കേസിന് കളയാണ്ട് വെച്ച. സോ അതിൽ ഏതെങ്കിലും 2-3 തട്ടിക്കൂട്ടി കൊടുക്കുക. അല്ല വേണ്ട, സുന്ദരി ആയിക്കോട്ടെ, നമുക്ക് ഇത് എടുക്കാം. ബൈ ദ ബൈ അവളെ ഞാൻ ചെറോടെ കൂടി എടുത്തിട്ട് പുറത്തിട്ടുണ്ട്. സോ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കൈ അങ്ങ് പൊക്കിയാൽ മതി, മനസ്സിലായില്ലേ? ബാക്കോട്ടേക്കുള്ള നോട്ടം അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട. ഞാൻ നോക്കുന്നില്ല. നീ നോക്കുന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ?
സോ ഞാനിതാക്കണ ഇങ്ങനെ വിടർത്തി വെച്ചിട്ടുണ്ട്. നിനക്ക് ഏത് വേണേലും സെലക്ട് ചെയ്യാം. ഇനി അങ്ങോട്ടൊന്നും നോക്കണ്ട, ക്യാമറന്റെ ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. കൈ പൊക്കിക്കോ. റെഡി 1 2 3. ഇന്ന് പുറത്തേക്ക് പോകുമ്പോ ഏതാണ് വേണ്ടത്? ശരിക്കും ബാക്കിലോട്ടാക്കി വെച്ചേക്കുള്ള ജന്തു. അതെ, ശരിക്കും ബാക്കിലോട്ടാക്കി വെച്ചതാണ്. കണ്ണിട്ട് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഓക്കെ, റെഡി 1 2 3 പൊക്കിക്കോ. റൈറ്റ്. നമുക്ക് ഫസ്റ്റ് സോ കാണിച്ചേ. റെഡി 1 2 ഓക്കെ. ഇപ്പഴത്തെ എന്തായിരുന്നു? ഇപ്പോഴത്തെ എന്റെ നല്ല ഷർട്ടായിരുന്നു. ഇവൻ ഇടുമ്പോ നല്ല ഷർട്ടാണ്, പക്ഷെ അതെനിക്ക് ഇവൾക്ക് കൊള്ളത്തില്ലാന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഭംഗി ഇതും അവളങ്ങനെ ഇട്ട് നിങ്ങൾ കണ്ടിട്ടില്ല. ഇവന്റെ ഷർട്ട് ഞാൻ എന്റെ കൈ ഇങ്ങനെ ടൈറ്റ് ആയിരിക്കും. ഓക്കെ ഗൈസ്, റൗണ്ട് 2 ബോട്ടം സെലക്ട് ചെയ്യുന്ന സമയമായി. ഇത് നേരത്തെ മാതിരി എന്റേതാണോ എടുത്തേ? അങ്ങനൊന്നുമില്ല, ഞാൻ നന്മയുള്ള മനുഷ്യനാണ്. ഞാൻ നല്ല സാധനങ്ങൾ. അയ്യോ, എനിക്ക് കൈ പൊക്കി പിടിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. വേഗം സെലക്ട് ചെയ്യും. ഒരു ക്ലൂ ഒന്നുമില്ല, വേഗം സെലക്ട് ചെയ്യും. ക്ലൂ ഒന്നുമില്ല. ഏതൊരു കൈ അങ്ങ് പൊക്ക്, രണ്ടും നല്ലതാ. അന്ന് ലെഫ്റ്റ് റൈറ്റ് തന്നെ. നേരത്തെ റൈറ്റ് ലക്കി നൈറ്റ് ഇടുന്ന ഡ്രസ് ഗൈസ്. ഇവള് താഴത്ത് നൈറ്റും മുകളിൽ മോർണിംഗുള്ള ഡ്രസ് ഇട്ടാ മതി. ചെരുപ്പാണ് താഴത്ത്. തീർന്നു. എനിക്ക് എന്റെ ചെരുപ്പ് ഇഷ്ടം. എല്ലാം ഇഷ്ടമാണോ? ഓക്കെ, ഏതാണ്? ഇതിന്റെ അപ്പൊ എന്റെ ബേബി പോയിട്ട് ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്ത സാധനം ഇട്ടുക, എന്നിട്ട് ഞാൻ ഇരിക്കാം. ഓക്കെ, എനിക്കത് കാണണം. നല്ല രസമുണ്ട് കേസ്. മുകളിൽ നല്ലതും താഴെ നല്ല ലോക്കൽ സാധനമാണ്. ഓക്കെ, സോ ഓൾ ദ വൈസ് റെഡി ആവാം. ഇവൾക്ക് സീനില്ല കേസ്, എനിക്കാണ് സീൻ. എൻ്റെത് മൊത്തം അലമ്പാവാൻ മതിയാവും. കാരണം ഇവൾക്ക് എന്തിട്ടാലും റെഡിയാണ്. ഇപ്പം നമ്മളെ ഷർട്ട് ഇട്ട് കഴിഞ്ഞാലും ഇവരും ഷർട്ട്സൊക്കെ യൂസ് ചെയ്യുന്നില്ല, കുരുപ്പ് മാറ്റി വന്നിട്ട് കാണിച്ചിറങ്ങി. എന്ത് പറ്റി ബേബി? കാണാൻ നല്ല മൊഞ്ചുണ്ടല്ലോ. ഈ കോലത്തിൽ നമുക്ക് പുറത്ത് പോകുമ്പോൾ നല്ല രസമായിരിക്കില്ല. അല്ല, ഒരു ഷൂ ആണ്. ഇല്ല 2 ഷൂ. എല്ലാ ഷൂവും നമ്മൾ ഇടണം. ഓക്കെ, നമ്മൾ ചലഞ്ച് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള എല്ലാ ഷൂസ് ഇടാക്കണം. നീ ഇടുമോള മൊത്തമായിട്ട് വാ. നമുക്ക് കപ്പിൾ ഫോട്ടോ എടുക്കണ്ട, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പോസ്റ്റ് ചെയ്യണ്ടേ? ആഹാ, നല്ല കാലുകൾ, നല്ല ഫോട്ടോ. ഇതിന്റെ കോലം നോക്കിയാൽ. പക്ഷെ ഇതിന്റെ ഇടയിൽ എന്താ സംഭവം വെച്ചാൽ ഇവൾ ഇപ്പോഴും കൊള്ള കേസ്. അതാണ് എനിക്ക് രസമില്ലാത്തത്. ഇങ്ങനെ ഇട്ടിട്ട് പൊക്കുന്നത് എന്തിനാന്നറിയോ? എനിക്കറിയാം എന്റെ അലമ്പാവുന്ന എനിക്കറിയാം. അതെനിക്കറിയാം ബേബി. എന്തായാലും എനിക്ക് നല്ല ഉള്ള സാധനങ്ങളായിരിക്കും സെലക്ട് ചെയ്യാ. ഞാൻ കുഞ്ഞുവിന്റെ ഡ്രസ്സൊന്നും എടുത്തുകൊണ്ട് വരരുത് കേട്ടോ. നിന്റേതാണെങ്കിൽ ഓക്കെ. സോ നമുക്ക് എന്റെ പരിപാടി തുടങ്ങിയാലോ? എനിക്കറിയാം ഇതിലെന്തൊക്കെ ഓടായിപ്പുണ്ടെന്ന്. നീ മൈക്ക് വെച്ചണോ? കോടീശ്വരൻ കളിക്കാൻ എനി ഐഡിയ എന്തേലും ഐഡിയ ഉണ്ടോ ഞാൻ എന്താ എടുത്തതിനെന്ന്? എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഫസ്റ്റ് നമ്മള് ഷർട്ട്സ് ആണ്. അത് ഞാൻ കോംപ്രമൈസ് ചെയ്തു. ഷർട്ടാണ്, ഡോണ്ട് വറി, ഷർട്ടാണ്. 2 ഷർട്ട് ഞാൻ ക്ലൂ തന്നു. ലെഫ്റ്റ് ഒരു മിനിറ്റ്, ഒരു ഈ ഷർട്ടിന്റെ കൈ ഒരു എസ്തെറ്റിക് ആയിട്ട് ഞാൻ വെക്കട്ടെ. എനിക്ക് ഇവിടെ അത്ര വിശ്വാസം പോരാ. Come on, I'm your wife, you can trust me. ഏത് ഷർട്ട് ചൂസ് ചെയ്യും ഫ്യൂഷന? റെഡി? ഇവൾക്ക് ലെഫ്റ്റും റൈറ്റും പണ്ടേ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. റെഡി 1 2 റെഡി 1 റിംഗ് പറ. റെഡി? സ്ക്വിഡ് ഗെയിം വെടി 1 2 3. This one. Yeah. Tara, congratulations, you have chosen a shirt. ഷർട്ട് എന്നോട് ചൂസ് ചെയ്യിച്ചു. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. കൊള്ളാം. ഓക്കെ, 1 2 ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ് or right? Which one? Left. അതിനെക്കാട്ടും നല്ല ഇതാണ് ഇഷ്ടമല്ലാത്ത സാധനമാണ്. കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇത്ര സീരിയസ് ആണ് നമ്മള് വീഡിയോ ആണ് എടുക്കുന്നത്. ബട്ട് എനിക്ക് ആത്മാർത്ഥത കുറച്ച് കൂടുതലാണല്ലേ? നീ എനിക്ക് തന്ന പണി ഞാൻ റിവെഞ്ച് അത് വീട്ടാനുള്ളതാണ്. ഇത് മറ്റേ എന്താ പറയാ VR ഓഡിയോ പോലെ ഇങ്ങനെയൊക്കെ വന്നിട്ട് പറയുന്നു. Are you ready? Ready for your last and final test? Yes sir, ready.
1 2 ചൂസ് 3 4 1 2 3 3 4 5 6 ഇത് ഇതെന്താ രണ്ടെണ്ണോ ഒരു കാലിലൊന്നും മറ്റേ കാലിൽ വേറൊന്ന് രണ്ടെണ്ണം ഗൈസ് ഒരുമാതിരി ചാത്തൻ ലുക്കായി പിന്നെ ഈ സ്കേർട്ട് ഉണ്ടായത് കുഴപ്പമില്ല അധികം അത് കാണത്തില്ല ഈ ബട്ടൺസിന് എന്തോ ഒരു പ്രശ്നം ഒരു കുഴപ്പമില്ല അല്ല ഗേൾസിന്റെ ഷർട്ട് ബട്ടൺസ് ഇപ്പുറത്തെ വരാൻ തോന്നില്ലേ ഇപ്പുറത്താണ് വരുന്നത് എത്തുന്നില്ലല്ലോ ബേബി ജസ്റ്റ് വീർപ്പിച്ച് പിടിക്കണ്ട ജസ്റ്റ് വീർപ്പിച്ച് പിടിച്ച എന്റെ ജസ്റ്റ് ഇത്ര ഉണ്ട് ഞാൻ അത്യാവശ്യം ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് ജിമ്മിൽ ഏത് ജിമ്മിലാ പോകുന്നേ ഹോം ജിം ഹോം ജിമ്മിൽ എന്ത് വർക്കൗട്ട് ചെയ്യുന്നു ഇത് നോക്കി ഇത് എത്തുന്ന കിട്ടും ഈ ലെഫ്റ്റ് സൈഡിലാണ് ഒരു ബട്ടൺ ഒക്കെ ഇത് മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ പേരാണ് സ്കേർട്ട് ഗൈസ് മര്യാദക്ക് ഇത് നീ ഇപ്പൊ ഡാറയില്ലല്ലോ ബേബി ഞാനത് എനിക്ക് എന്തുപോലെ പോലെ തോന്നടാ ഓ ഇടൂടാ അതെ അവിടെ അല്ല സ്കേർട്ട് കുറച്ചങ്ങോട്ട് കയറ്റിയാല് കുറച്ചുകൂടെ കയറ്റ് അത് എവിടാണോ പാകാവണോ അവിടെ കൊണ്ടിട്. ഇത് നടുക്കല്ല സിബ് വരേണ്ടത്. ഇതിന് സിബ് ഉണ്ടോ? സിബ് അങ്ങനെ ചിരിക്കി. നിങ്ങൾ സിബൊക്കെ ചിരിച്ചാണ് ഇടാറ്? അല്ല ഞാൻ പറയുന്നത് ഞങ്ങൾ സാധാരണ സിബ് നടുവില ഞങ്ങൾക്ക് വരാറ്. കാരണം പെട്ടെന്നുള്ള യൂറിൻ സാധനങ്ങളൊക്കെ പോണെങ്കിൽ. മതി ഓവർ എക്സ്പ്ലെയിൻ. ഇതെന്താ ഞാൻ ദൂരേന്ന് എടുക്കട്ടെ. എവിടെയാ ചെരുപ്പിടു? ചെരുപ്പ് ഇടണോ? ചെരുപ്പിട്ട കാണുമല്ലോ ബേബി. എന്തിനാ ചെരുപ്പിടണേ? അല്ല പൊന്നെ ഇതൊക്കെ ഭയങ്കര പണിയായി പോയല്ലോ. ഇത് ഇവളതൊക്കെ ചെറുതാണ്. നോക്കി എന്റെ കാലെന്ത് വലുതാന്ന്. ഇവളതൊക്കെ ചെറുതാണ്. ദാറ്റ്സ് മൈ എക്സ്പെൻസീവ് സ്റ്റഫ്. ഓക്കെ രണ്ടും അതിടണ്ട. നീ ബേബി ഇത് മാറ്റിക്ക്. ഇതിടണ്ട ചെരുപ്പ് നശിപ്പിക്കുന്നു. ആ തുണി ഒന്ന് പൊക്കി കാണിക്കൂ. പാവാട പൊക്കി കാണിക്കൂ. എന്താണ് ഇത് സ്പൈഡർമാൻ വരുന്ന അവസ്ഥയാണല്ലോ. തുണി പൊക്കി പാവാട പൊക്കി കാണിക്കും. മൈ വെഡിങ് ചെരുപ്പ് ആൻഡ് മൈ ബൂട്ട്. ഈ ബൂട്ടിന് ഓ മൈ ഗോഡ് ഈ കാലം എങ്ങനെ എന്റെ ബൂട്ട് ഈ കാലം എങ്ങനെ മതി ബൂട്ട് എന്റെ അളിയ എന്നെ കൊല്ലാൻ കൊടുക്കാണ് ഗൈസ്. അപ്പം ഇതാണ് പുഷ്പല്ലടി. ഇത് ഇതിന്റെ ഉള്ളിൽ വീട് പോകുന്നതാ. ഒരു കുളച്ച സാധനം. ആ ടോപ്പും കൂടി വേറെ ആയിരുന്നുണ്ടല്ലോ. നോർമലി ഞാൻ സ്റ്റൈൽ ചെയ്യുന്ന രീതി ഈസ് ലൈക്ക് ഇതിങ്ങനെ ഇൻ ചെയ്തിട്ടാണ് സ്റ്റൈൽ ചെയ്യേണ്ട സ്കേർട്ട്. Is that good? Am I good looking? Yeah, എന്റെ ബേബി. കാലൊളിക്കടി. കാല് ഈ കാലൊളിക്ക്. ഓളക്കമ്പത്തൊരു റീൽസ് അല്ലേ ഹീൽസ്. മതി ചെരുപ്പിന് എന്തെങ്കിലും പറ്റുമോ? ചെരുപ്പിനൊന്നും പറ്റിണ്ടാവില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്ന് ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എന്റെ കാല് വളഞ്ഞ കേസ്. എന്തുമില്ല ഇതൊക്കെ ഇട്ടിട്ട് എങ്ങനെയാ ബേബി നീ നടക്കുന്നത്? ഞാൻ വെഡിങ് ഡേയുടെ അന്ന് മൊത്തം ആ ഹീലിട്ടിട്ടാ നിന്നത്. നന്നായി. ആരും എന്നെ നിർബന്ധിച്ചില്ല. ഇത് നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം നിന്നാണല്ലോ. ഇത് അങ്ങനല്ലല്ലോ. എനിവേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബൈ.